Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladhi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan kathiran wa nisaa. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. വയില് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ കൊണ്ട് താക്കീത് നൽകപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലെല്ലാം നാം സംസാരിച്ചത്. വയിലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയാണ്. ഇത് വയിൽ നൽകപ്പെടും എന്ന് വ്യത്യസ്ത ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവൈലുൻ ലിൽ മുസല്ലീൻ ഫവൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. നമസ്കാരക്കാർക്ക് വയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എങ്ങനെയുള്ള നമസ്കാരക്കാരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധയുള്ളവരാണ്. മാത്രമല്ല അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. ഇങ്ങനെയുള്ള നമസ്കാരക്കാർക്കും വയിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതേപോലെ വയംനഊനൽ മാഊൻ, ഉപകാരങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ ഉപകാരങ്ങൾ തടയുന്ന ആളുകൾ, അവർക്കും വയിലുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞത് കാണാം, അസ്സഹ്വു അനിസ് സ്വലാത്തി ഹുവൽ ഗഫ്ലതു അൻഹാ. അവർ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ നമസ്കാരക്കാർക്ക് വയിലുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധർ എന്ന് പറഞ്ഞാൽ ഹുവൽ ഗഫ്ലതു അൻഹാ വത്തഹാവുനു ബിശഅനിഹ, നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണവർ, അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയില്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിന് വളരെ തഹാവുൻ കാണിക്കുക, അതിന് വില കുറച്ച് കാണിക്കുക, അതിനെ ഉദാസീനമായ
ഒരു നിലപാട് അതിനോട് കാണിക്കുക. എന്നിട്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, വലൈസൽ മുറാദു തർക്കുഹ, ഇതിൻ്റെ ഉദ്ദേശം നമസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നല്ല. കാരണം ലിഅന്ന തർക കുഫ്റുൻ അക്ബർ വഇൻ ലം യജ്ഹദ് വുജൂബഹ, നമസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് അത് വലിയ കുഫറാണ്, കുഫ്റുൻ അക്ബറാണ്. കുഫ്റുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. വഇൻ ലം യജ്ഹദ് വുജൂബഹ, നമസ്കാരം നിർബന്ധമാണ് എന്നുള്ളതിനെ അവൻ നിഷേധിച്ചിട്ടില്ലെങ്കിലും, നമസ്കരിക്കണമെന്ന് അവനക്കറിയാം, നിർബന്ധമാണെന്നറിയാം, എന്നിട്ടും അവൻ നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അത് മുഖേന വലിയ കുഫർ സംഭവിക്കും എന്നുള്ളതാണ് ഫി അസഹി ഖൗലൈ അൽ ഉലമാ. ഉലമാക്കൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നയാൾ മടി കാരണം ഉപേക്ഷിച്ചാൽ കാഫിറാവുകയില്ല എന്ന് പറയുന്ന ചില ഉലമാക്കളുണ്ട്. എന്നാൽ ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, അവൻ മടി കാരണത്താലാണ് നമസ്കാരം ഉപേക്ഷിച്ചതെങ്കിലും കാഫിറായിത്തീരും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അങ്ങനെയുള്ള കുഫ്റുൻ അക്ബറാണ്. അപ്പോൾ ഇവിടെ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല, പിന്നെയോ അവർ നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർ അശ്രദ്ധ കാണിക്കുന്നവരാണ്, അതിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുത്ത് കൃത്യതയോടെ നിർവഹിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നാശമുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ്. അത്വാ ഇബ്നു ദീനാർ റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചത് പ്രകാരമാണ്, വൽഹംദുലില്ലാഹില്ലദീ ഖാല അൻ സ്വലാത്തിഹിം സാഹൂൻ വലം യഖുൽ ഫീ സ്വലാത്തിഹിം സാഹൂൻ. അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ ആളുകൾക്ക് നാശമുണ്ടെന്നാണ്. നമസ്കാരത്തിൽ മറവിയുള്ളവർക്ക് നാശം എന്ന് പറഞ്ഞില്ല. അത് കൊണ്ട് അള്ളാഹുവിന് സ്തുതി. കാരണം നമസ്കാരത്തിൽ സ്വാഭാവികമായും ആളുകൾക്ക് മറവി സംഭവിക്കും, മനുഷ്യ സഹജമാണ് മറവി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലും ചില മറവികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മറവികൾ, നമസ്കാരത്തിനകത്ത് മറവി സംഭവിച്ചവർക്ക് നാശം എന്ന് പറഞ്ഞില്ല അള്ളാഹു. പിന്നെയോ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധ പുലർത്താത്ത ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞ അള്ളാഹുവിനാണ് സ്തുതി. എന്നിട്ട് ഇമാം ഓറുകൾ എങ്ങനെയാണ് ഈ അശ്രദ്ധ എന്ന് വിവരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ അശ്രദ്ധ? ഒന്ന്, വഇമ്മാ അൻ വഖ്തിഹ അൽ അവ്വൽ, ഒന്നുകിൽ അതിൻ്റെ ആദ്യ സമയത്ത് നമസ്കരിക്കുന്നതിനെ തൊട്ട് അവർ അശ്രദ്ധ കാണിക്കുന്നു. ഫയുഅഖിറൂനഹ ഇലാ ആഖിരി, എന്നിട്ട് അതിൻ്റെ അവസാന സമയത്ത് നമസ്കരിക്കുന്നു. ദായിമൻ ഔ ഗാലിബൻ, എപ്പോഴും അങ്ങനെയാണ് ഒരാൾ. എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ ഒടുവിലേ നമസ്കരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഗാലിബിലും അധികവും അവൻ്റെ രീതി അങ്ങനെയാണ്. നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ എന്ത് ചെയ്യില്ല, ഉടനെ നമസ്കരിക്കുന്ന ശീലം അവനില്ല. ഇവിടെ നമസ്കരിക്കുന്നില്ല എന്നല്ല പറയുന്നത്, നമസ്കരിക്കും, നമസ്കാരം ഉപേക്ഷിക്കൂല. പക്ഷേ എല്ലാ നമസ്കാരങ്ങളും അതിൻ്റെ അവസാന സമയത്തെ നമസ്കരിക്കൂ, അല്ലെങ്കിൽ അധിക നമസ്കാരങ്ങളും അവൻ്റേത് അങ്ങനെയാണ്. അതാണ് നമസ്കാരത്തിൽ ഗഫലത്ത്, നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയിൽ ഒന്നാമതായി അത്വാ ഇബ്നു ദീനാർ റഹിമഹുല്ലാ എണ്ണി പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, നമസ്കാരം അതാതിൻ്റെ സമയങ്ങളിൽ കൃത്യമായി ആദ്യ സമയത്ത് നമസ്കരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളൽ, ഏത് അമലാണ് റസൂലെ ഏറ്റവും ശ്രേഷ്ഠമായത്? അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ, നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, അയ്യുൽ അമാലി അഖറബു ഇലൽ ജന്ന, സ്വർഗത്തിലേക്കൊരു മനുഷ്യനെ ഏറ്റവും അധികം അടുപ്പിക്കുന്ന അമലുകൾ ഏതാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ മവാഖീതിഹ, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളതാണ്. നമസ്കാരം കൃത്യസമയത്ത് നിന്ന് തെറ്റിപ്പോയാൽ സ്വഹാബികൾക്കും അതേപോലെ തന്നെ സലഫുകൾക്കും വലിയ വിഷമമുണ്ടായിരുന്നു എന്നാണ്. ധാരാളം ചരിത്രങ്ങൾ ആ വിഷയത്തിൽ കാണാം. ഒരിക്കൽ തുസ്തർ വിജയമുണ്ടായപ്പോൾ, തുസ്തർ
മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായ വലിയൊരു വിജയമാണ്. ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നിലധികം സഹാബികൾ അവരുടെ ചരിത്രത്തിൽ കാണാം, അവർ വല്ലാതെ കരഞ്ഞിരിക്കുകയാണ്. വലിയൊരു വിജയം അവർക്ക് കരഗതമായി. പക്ഷേ അവരിൽ പലരും കരയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം തൊട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിശക്തമായി ദുഃഖിച്ചുവെന്നാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുവെന്നാണ്. കാരണം എന്താണ്? യുദ്ധവേളയിൽ സുബ്ഹ് നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിപ്പോയി. കൃത്യസമയത്ത് അവർക്ക് നമസ്കരിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയത് കൊണ്ടല്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ തന്നെയാണ്. അള്ളാഹുവിനുള്ള വലിയൊരു താഅത്തിലാണ് അവർ ഉള്ളത്, വലിയൊരു ഇബാദത്തിലാണുള്ളത്. അതിൻ്റെ ഇടയിൽ നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിപ്പോയി എന്നുള്ള കാരണത്താൽ സ്വഹാബികൾ എന്ത് ചെയ്യുമായിരുന്നു? കഠിനമായി വിഷമിക്കുമായിരുന്നു. അപ്പോൾ നമസ്കാരം അശ്രദ്ധമായി കൊണ്ട് ഏതെങ്കിലും ജോലി തിരക്കുകളുടെ കാരണത്താൽ, അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളിൽ, സമ്പത്തിൻ്റെ പിന്നാലെ, അധികാരത്തിൻ്റെ പിന്നാലെ, മറ്റുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഇവിടെ അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തിൽ മുഴുകിയതിൻ്റെ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയിട്ട് പോലും സ്വഹാബികൾ വല്ലാതെ ദുഃഖിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയന്തഹിയന്ന അഖ്വാമുൻ അൻ വദഅഹിമുൽ ജമാഅത്ത്. ഒരു വിഭാഗം ആളുകൾ അവർ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് നിർത്തിക്കൊള്ളട്ടെ, അവരുടെ ആ പതിവ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. കാരണം ഔലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ സീൽ ചെയ്ത് കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, അങ്ങനെ ചെയ്താൽ പിന്നീട് അവർ ഗഫലത്തുള്ളവരാകും, അശ്രദ്ധാലുക്കളായി മാറും. ഹൃദയം അശ്രദ്ധമായി കഴിഞ്ഞാൽ അതിലേക്ക് പിന്നീട് നന്മകൾ കയറുകയില്ല. അതിൽ തോന്നുന്നത് നന്മകളെല്ലാം തിന്മയായിരിക്കും, തിന്മകളെല്ലാം നല്ലതുമായി തോന്നും. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തെ തൊട്ട് പിന്തി നിൽക്കുന്ന, അത് നിർവഹിക്കാത്ത ആളുകൾ അത് ഉടനെ അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ലയന്തഹിയന്ന റിജാലുൻ അൻ തർക്കിൽ ജമാഅ. ഒരു വിഭാഗം പുരുഷന്മാർ അവർ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ അവസാനിപ്പിക്കട്ടെ. പുരുഷന്മാർക്കാണ് ജമാഅത്ത് നമസ്കാരം നിർബന്ധം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമല്ല. പുരുഷന്മാർ നിർബന്ധമായും ജമാഅത്തായി നമസ്കരിക്കണം 5 നേരം. അപ്പോൾ ജമാഅത്ത് ഉപേക്ഷിക്കുന്ന പുരുഷന്മാർ അത് അവസാനിപ്പിക്കട്ടെ. ഔല ഉഹരിഖന്ന ബുയൂതഹും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീടുകൾ കത്തിച്ചു കളയും എന്ന് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വളരെ ശക്തമായ താക്കീതാണ്. നമസ്കാരം അതാതിൻ്റെ സമയങ്ങളിൽ കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ വലിയ നാശത്തിന് താക്കീതുണ്ട് എന്ന് ഈ ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധനാവുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കാതിരിക്കുക. നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. നമസ്കാരം ഉപേക്ഷിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കുഫ്റാണ്. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സമയത്ത് നിന്ന് പിന്തിക്കുന്നു. ഇത് തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. അതല്ലെങ്കിൽ മറ്റൊരു കാരണം, വഇമ്മാ അൻ അദാഇഹാ ബിഅർകാനിഹാ വശുറൂതിഹാ അലൽ വജ്ഹിൽ മഅ്മൂരി ബി. നമസ്കരിക്കുന്നുണ്ട്, ചിലപ്പോൾ കൃത്യസമയത്ത് തന്നെയായിരിക്കാം നമസ്കരിക്കുന്നത്, പക്ഷേ എങ്ങനെയാണോ നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുപ്രകാരം അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, അതിൻ്റെ അർക്കാനുകൾ പാലിച്ചുകൊണ്ട്, നിർബന്ധമായും നമസ്കാരത്തിൽ എന്തെല്ലാം വേണമോ അവകളൊന്നും പാലിക്കാതെ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. ഇതും നമസ്കാരത്തിലുള്ളതായ ഗഫലത്താണ്, അതിനെക്കുറിച്ചുള്ള അശ്രദ്ധയിൽപ്പെട്ടതാണ് എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. ഈ വിഷയവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കൃത്യസമയത്ത് നമസ്കരിച്ചാൽ പോലും ശരിയായിട്ടല്ല നമസ്കരിക്കുന്നത് എങ്കിൽ അത് അപകടമാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കയറി വന്നു, നമസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയതിന് ശേഷം പറഞ്ഞു, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി. പോയി ഒന്നുകൂടി നമസ്കരിച്ചിട്ട് വാ. ഇന്നക ലം തുസല്ലി, താങ്കൾ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും പോയി നമസ്കരിച്ചിട്ട് വന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വീണ്ടും ആവർത്തിച്ചു, ഇർജിഅ, മടങ്ങുക. എന്നിട്ട് ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ ഒന്നുകൂടി നമസ്കരിക്കുക, നമസ്കാരം ശരിയായിട്ടില്ല, നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. അടുത്ത പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കിങ്ങനെ നമസ്കരിക്കാൻ അറിയൂ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ആദ്യാവസാനം വളരെ സുന്ദരമായി എന്ത് ചെയ്തു, ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ കൃത്യമായി നമസ്കരിക്കുന്നില്ല എങ്കിൽ നമസ്കരിക്കാത്തവനെ പോലെയാണ്. ഒരാൾ നമസ്കരിക്കാത്തവനെ പോലെയായിരിക്കും നമസ്കാരം ശരിയായി നിർവഹിക്കുന്നില്ല എങ്കിൽ. അതുകൊണ്ട് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നത് കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകും, കുഫ്ർ വരെയും സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമസ്കാരം പഠിക്കൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരങ്ങൾ ചിട്ടയോടെ നിർവഹിച്ചാൽ, അതിൽ സൂക്ഷ്മത പാലിച്ചാൽ, അലാ വുദൂഇഹ വ മവാഖീതിഹ, അതിൽ കൃത്യമായി വുദൂ ചെയ്തു. ആദ്യം എങ്ങനെയാണോ വുദൂ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട അതേപോലെ വുദൂ ചെയ്തു. അതേപോലെ അതിൻ്റെ സമയങ്ങൾ കൃത്യമായി പാലിച്ചു. അതേപോലെ വറുകൂഅഹ വസുജൂദഹ, വറുകൂഅഹ വസുജൂദഹ, അതേപോലെ അതിൻ്റെ റുകൂഅകളും സുജൂദുകളും എല്ലാം പാലിച്ചുകൊണ്ടാണ് നമസ്കരിച്ചത്. എന്നാൽ യറാഹ ഹഖ്കൻ ലില്ലാഹി അലൈഹി, ഇവകളെല്ലാം എൻ്റെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഞാൻ കൃത്യമായി അള്ളാഹുവിൻ്റെ മുന്നിൽ, അള്ളാഹുവിന് ഉള്ള അവകാശമാണ്, എൻ്റെ മേലുള്ള ബാധ്യതയാണ്, കൃത്യമായി നമസ്കരിക്കുക എന്നുള്ള വിശ്വാസത്തിൽ ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ചാൽ ഹറുമ അലന്നാർ, നരകത്തിൻ്റെ മേൽ അവൻ നിഷിദ്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കൃത്യമായി 5 നേരം അതിൻ്റെ അർക്കാനുകൾ പാലിച്ചുകൊണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നരകം അവൻ്റെ മേൽ നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാളുടെ കർമ്മങ്ങളിൽ ആദ്യമായി നാളെ വിചാരണ ചെയ്യപ്പെടുക നമസ്കാരമാണ്. നമസ്കാരം കൃത്യമാണ് എങ്കിൽ ബാക്കിയുള്ള അമലുകൾ എന്ത് ചെയ്യും, അവൻ രക്ഷപ്പെടുമെന്നാണ്. അതല്ല എങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ കാര്യം അബദ്ധത്തിലായിരിക്കും. അപ്പോൾ ഇത് പാലിക്കൽ അനിവാര്യമാണ്. ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വഅ അന്നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തി, കള്ളന്മാരിൽ ഏറ്റവും മോശപ്പെട്ട കള്ളൻ. വ്യത്യസ്ത കാര്യങ്ങൾ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ കള്ളന്മാരിൽ ഏറ്റവും വൃത്തിഹീനനായ, ഏറ്റവും നികൃഷ്ടനായ കള്ളൻ ആരാണ്? നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവനാണ്. ലാ യതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, എന്താണ് അവൻ ചെയ്യുക? റുകൂഅകളും സുജൂദുകളും പൂർണ്ണമായി നിർവഹിക്കുകയില്ല. എങ്ങനെയാണോ റുകൂഅ ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത്, സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അതുപോലെ ചെയ്യൂല. അവനെന്ത് ചെയ്യും? അവന് തോന്നുന്നത് പോലെ നമസ്കരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ നമസ്കാരത്തെ മോഷ്ടിക്കുന്നവനാണ്. നമസ്കാരത്തെ മോഷ്ടിക്കുന്നവനാണ് കള്ളന്മാരിൽ ഏറ്റവും നികൃഷ്ടൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്, ഇപ്രകാരം കൃത്യമായിട്ടല്ല നമസ്കരിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ മാത ഹാദാ അലാ ഹാലിഹി ഹാദിഹി, ഈ മനുഷ്യൻ ഈ രീതിയിലാണ് മരിച്ചു പോകുന്നത് എങ്കിൽ, മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലല്ലാതെ അവൻ മരിച്ചു പോകും. അതായത് കഠിനമായ താക്കീതാണ് നൽകുന്നത്. കൃത്യമായി നമസ്കരിക്കാത്ത ഒരാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെയാണ് ഇവൻ മരിച്ചു പോകുന്നത് എങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലല്ലാതെയായിട്ടായിരിക്കും അവൻ മരിച്ചു പോകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി പഠിക്കുന്നില്ല. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ശരിയായ വിവരമില്ല. എന്നിട്ട് തോന്നുന്നത് പോലെ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു, അതിൻ്റെ റുക്കുനുകൾ പാലിക്കാതെ, ശുറൂത്തുകൾ പാലിക്കാതെ. മൂന്നാമത്തെ കാര്യം, വഇമ്മാ അനിൽ ഖുശൂഇ ഫീഹാ വത്തദബ്ബുരി ലിമആനിഹാ, നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്ക് വയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഖുശൂ ഇല്ലാത്തതായിരിക്കാം ഒരു കാരണം. ഭയഭക്തിയോടുകൂടി അനക്കമടങ്ങിക്കൊണ്ടല്ല അവൻ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവൻ ബോധവാനല്ല. അതിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ സുന്ദരങ്ങളായ അധികാറുകളുണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ പാലിക്കുന്നില്ല, ഖുശൂ പാലിക്കുന്നില്ല. യാന്ത്രികമായിട്ടിങ്ങനെ ചില ചലനങ്ങൾ നടത്തുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, റുക്ഉ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണോ, എന്താണോ അത് മുഖേന ലക്ഷ്യം വെക്കപ്പെടുന്നത്, എന്താണോ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, ഈ സുജൂദിലൂടെ റുക്ഉയിലൂടെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ്.
അള്ളാഹുവിൻ്റെ മുന്നിൽ ചില ദിക്റുകൾ പറഞ്ഞ്, ചില പ്രാർത്ഥനകൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കേണ്ട സന്ദർഭമാണിത്. ഇതിന് സാധിക്കുന്നില്ല. കേവലം ചില അനക്കങ്ങൾ നടത്തുന്നു, യാന്ത്രികമായ ചലനങ്ങളെപ്പോലെ. ഇതും നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു പറഞ്ഞത് കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ ഗുണമായി അള്ളാഹു പറഞ്ഞത്, അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഖുശൂഉള്ളവരായിരിക്കും. നമസ്കാരങ്ങളിൽ അനക്കമടങ്ങിക്കൊണ്ട് ശ്രദ്ധയോടെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ നിർവഹിക്കുന്ന നമസ്കാരമാണ് ഖുശൂഉള്ള നമസ്കാരം. അങ്ങനെയുള്ളവരാണ് വിജയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ നഹ്വ വുദൂഇ ഹദാ, ആരെങ്കിലും ഞാൻ വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുകയും സുമ്മ സ്വല്ലാ റക്അതൈൻ, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു, ലാ യുഹദ്ദിഥു ഫീഹിമാ നഫ്സ, ആ നമസ്കാരത്തിൽ അവൻ്റെ മനസ്സിനോടൊന്നും സംസാരിച്ചിട്ടില്ല. അതായത് മനസ്സിൽ വേറെ പല ചിന്തകളൊന്നും കടന്നു വന്നിട്ടില്ല. എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അപ്പോൾ ഒരാളുടെ നമസ്കാരം കൃത്യമായിട്ടാണ്, അവൻ അതിൽ വേറെ ചിന്തകളൊന്നും കൊണ്ടുവരുന്നില്ല, പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ചിന്തയിൽ ഖുശൂഅോടെ നമസ്കരിച്ചാൽ അവൻ്റെ ചെറുപാപങ്ങളെല്ലാം അതോടെ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുശൂ' ഉണ്ടാക്കിയെടുക്കാനുള്ള ചില മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്കുരിൽ മൗത ഫീ സ്വലാത്തിക്, നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഫഇന്ന റജുല ഇദാ ദക്കറൽ മൗത്ത്, ഒരാൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇദാ ദക്കറൽ മൗത ഫീ സ്വലാത്തിഹി ലഹരിയുൻ അൻ യുഹ്സിന സ്വലാത്ത, ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ നമസ്കാരത്തെ ചിട്ടയുള്ളതാക്കാൻ അത് സഹായിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസല്ലി സ്വലാത്ത റജുലിൻ ലാ യദുന്നു അൻ യുസല്ലിയ സ്വലാത്തൻ ഗൈറഹാ, നീ നമസ്കരിക്കേണ്ടത് ഒരു നമസ്കാരമാണ്. എങ്ങനെയുള്ള നമസ്കാരമാണ്? അവൻ ചിന്തിക്കുന്നു, ഇനി മറ്റൊരു നമസ്കാരം എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇതൊരു പക്ഷേ എൻ്റെ ഒടുവിലത്തെ നമസ്കാരമായിരിക്കും, ഒടുവിലത്തെ നൃത്തമായിരിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ നാളെ ആഖിറത്തിൽ മഹ്ശറിലായിരിക്കാം ഇങ്ങനെ ഒരു നൃത്തം നിൽക്കുന്നത്. അതിനു മുമ്പ് ഒരു നമസ്കാരം നിർവഹിക്കാൻ, ഒരു റുക്കൂ ചെയ്യാൻ, ഭൂമിയിൽ തല താഴ്ത്തിക്കൊണ്ട് തല പതിച്ചുകൊണ്ട് ഒരു സുജൂദ് ചെയ്യാൻ എനിക്കിനി സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ ഇത് എൻ്റെ ഒടുവിലത്തെ നമസ്കാരമായിരിക്കും. നമസ്കാരത്തിലാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുക. അപ്പോൾ ഈ നമസ്കാരം ഏറ്റവും ചൊവ്വായ, ഏറ്റവും കൃത്യമായ നിലയിൽ അർപ്പിക്കാൻ സാധിക്കും. കാരണം ഞാൻ ഒരുപക്ഷെ ഈ നമസ്കാരത്തിന് ശേഷം മരണപ്പെട്ടേക്കാം എന്നുള്ള ബോധത്തിൽ എന്ത് ചെയ്യണം? നമസ്കരിക്കുക. ഇത് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. വയിൽ ശക്തമായ ശിക്ഷ താക്കീത് നൽകപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നാണ് ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്ന ആളുകൾ. ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ സമയം കഴിഞ്ഞ് നമസ്കരിക്കുക, അല്ലെങ്കിൽ സമയം പിന്തിച്ച് നമസ്കരിക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾ പാലിക്കാതെ നമസ്കരിക്കുക, ഖുശൂ ഇല്ലാതെ നമസ്കരിക്കുക. ഇതെല്ലാമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. സ്വഹാബികളിൽ വളരെ പ്രമുഖനായ ഇമാം സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം,
ഇസ്തഈദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്. നമസ്കാരത്തിൽ ഖുശൂ വേണം, അത് അനിവാര്യമാണ്. പക്ഷേ മുനാഫിഖീങ്ങളുടെ ഖുശൂ ഉണ്ടാകാൻ പാടില്ല. കപടരായ ആളുകളുടെ ഖുശൂ ഉണ്ട്. അതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് മുനാഫിഖീങ്ങളുടെ വമാ ഖുശൂഉൻ നിഫാഖ്, മുനാഫിഖീങ്ങളുടെ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം വിവരിച്ചു, അൻ യുറൽ ജസദ് ഖാശിഅൻ വൽ ഖൽബു ലൈസ ബിഖാശി. ഒരാൾ നമസ്കരിക്കുന്നു, നമസ്കാരം അതിൻ്റെ ബാഹ്യ രൂപം വളരെ കൃത്യമായിരിക്കും, നല്ല ഭയഭക്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ളതായ ബാഹ്യരൂപമായിരിക്കും നമസ്കാരം. പക്ഷേ അവൻ്റെ കൽബാകട്ടെ അതിൽ യാതൊരുവിധ ഖുശൂഉം ഉണ്ടാവുകയില്ല. കൽബിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു ഓർമ്മകളും ഉണ്ടാവുകയില്ല. ഇതാണ് മുനാഫിഖീങ്ങളുടെ നമസ്കാരം. മുനാഫിക്കുകൾ നമസ്കരിക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരങ്ങളിൽ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ വരെയും മുനാഫിക്കുകൾ പങ്കെടുക്കും. പക്ഷെ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ നമസ്കരിക്കുന്നു, പക്ഷേ ദിക്റില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണ അവരുടെ നമസ്കാരങ്ങളിൽ ഉണ്ടാവുകയില്ല. നമസ്കാരത്തിൻ്റെ ബാഹ്യരൂപം കൃത്യമായിരിക്കും, പക്ഷേ അതിലെന്താണ് പറയുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പാരായണം ചെയ്യുന്നത്, ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, ഈ ചിന്തകളൊന്നും അവരുടെ ഹൃദയത്തിൽ വരികയില്ല. അതുകൊണ്ട് അത് അപകടം പിടിച്ചതാണ് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുക. അതിനെ തൊട്ട് കാവൽ ചോദിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുസല്ലീന അഅദമു അജ്റ, ആർക്കാണ്, ഏത് നമസ്കാരക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറുഹും ദിക്റ, ആരാണോ ഏറ്റവും നല്ല സ്മരണയോടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നത് ആരാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്നർ റജുല ലയൻസരിഫു, ഒരാൾ നമസ്കാരത്തിൽ നിന്ന് വിട പറയുന്നു, പക്ഷേ വമാ കുതിബ ലഹു ഇല്ലാ ഉസ്റു സലാത്തി, പക്ഷെ അവന് നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് 10 മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. വീണ്ടും പറഞ്ഞു, വേറെ ചില ആളുകൾക്ക് 9, 8, 7, 6, 5, 4, അതേപോലെ തന്നെ 3, നിസ്ഫ്, പകുതി വരെയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നമസ്കാരം ചിലപ്പോൾ നിർവഹിക്കുന്നത് ബാഹ്യമായ രൂപം എല്ലാവരുടെയും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കാം. എല്ലാവരും ഒരു ഇമാമിൻ്റെ പിന്നിലായിരിക്കാം നമസ്കരിക്കുന്നത്, ഒരേ ഖുർആനായിരിക്കും പാരായണം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നതിൽ അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് നമസ്കാരം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കപ്പെടുന്നത്, ഇത് നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരം കൃത്യമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അതിൻ്റെ ശ്രേഷ്ഠത എമ്പാടും ധാരാളക്കണക്കിന് വിശദീകരിക്കുന്നുണ്ട്. നമസ്കാരം, ഫർള് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനോട് കൂടെ ധാരാളം നമസ്കരിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ട്, നമസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണ് നമസ്കരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ സഹായം വേണ്ടത്, നിങ്ങൾ നമസ്കരിക്കുക, വുദൂ ചെയ്യുക, അള്ളാഹുവിൻ്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, നിങ്ങളുടെ മക്കളുടെ പ്രശ്നമാണോ, ജോലിയാണോ, കച്ചവടമാണോ പ്രശ്നം, കുടുംബ പ്രശ്നങ്ങളാണോ, അയൽവാസികളുമായുള്ള പ്രശ്നമാണോ, ഏത് പ്രശ്നമാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കുക. നമസ്കരിച്ചുകൊണ്ട് സഹായം ചോദിക്കാൻ അല്ലാഹു പറയാണ്. ആർക്കാണ് പ്രശ്നങ്ങളില്ലാത്തത്? സകല മനുഷ്യരും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതെങ്കിലും വിഷമം വന്നാൽ ഉടനെ നമസ്കരിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമസ്കാരം ഏറ്റവും നല്ല ചികിത്സയാണ്, പോംവഴിയാണ്. നമസ്കാരം കൊണ്ട് കണ്ണിന് കുളിർമയേകാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അതായത് നമസ്കരിച്ചുകൊണ്ട് സന്തോഷം കരഗതമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നലിൽ മസാജിദ് ഔതാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾക്ക് ചില വത്തതുകളുണ്ട്, ഔതാദുകളുണ്ട്, ആണിക്കല്ലുകളുണ്ട്. ലഹും ജുലസാഉ മിനൽ മലായിക,
അവരുടെ കൂട്ടുകാരെന്ന് പറയുന്നത് മലായിക്കത്താണ്. പള്ളികളുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കണം. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ചെറിയ മക്കൾ മുതൽ എന്ത് ചെയ്യണം? എല്ലാവരും പള്ളിയിൽ വരണം. 5 നേരവും പള്ളിയിൽ നിന്ന് നമസ്കരിക്കുക. അവരുടെ ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പള്ളികൾക്ക് ചില ആണിക്കല്ലുകളുണ്ട്. അവരുടെ കൂട്ടുകാർ മലായിക്കത്തുകളായിരിക്കും. ഫൈൻ ഗാബു സഅലു അൻഹും, അവരെങ്ങാനും ഒരു ദിവസം പള്ളിയിൽ വരാതിരുന്നാൽ എന്തു ചെയ്യും? ഈ മലായിക്കത്ത് അവരെക്കുറിച്ച് ചോദിക്കും, അവരെവിടെ പോയി? വഇൻ കാനൂ മർദാ ആദുഹും, അവർക്ക് രോഗം പിടിച്ച് കിടപ്പിലായാൽ മലായിക്കത്ത് അവരെ വന്ന് സന്ദർശിക്കും. വഇൻ കാനൂ ഫീ ഹാജത്തിൻ അആനൂഹും, അവർക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ, പ്രതിസന്ധി വന്നാൽ അതിൽ ഈ മലായിക്കത്ത് അവരെ സഹായിക്കും. എത്ര സുന്ദരമായ കാര്യമാണ്! മലായിക്കത്തിൻ്റെ കൂട്ടാളികളായി മാറുക, പള്ളികളുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുക. അത് മുഖേന നമ്മളുടെ ആവശ്യങ്ങൾ എളുപ്പമായി തീരാൻ, രോഗിയായി കിടന്നാൽ മലായിക്കത്ത് വന്ന് സന്ദർശിക്കാൻ, ഒരു ദിവസം പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ മലായിക്കത്ത് അവരെക്കുറിച്ച് അന്വേഷിക്കും എന്നുവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരം ഏത് ഉമ്മത്തിൽ, ഏത് സമൂഹത്തിൽ, ഏത് നാട്ടിൽ കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവോ അവിടെ സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. ആ കുടുംബങ്ങളിൽ, നാടുകളിൽ ബർക്കത്തുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, റഹ്മത്തുകൾ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി നമസ്കാരം നിർവഹിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു മരിക്കുവോളം അവൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിക്കാൻ നാം ഇവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മളുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.